നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ കരിമ്പ ഭാഗത്താണ്. ഇവിടെ ഇന്നലെ ഒരു കണ്ടെയ്നർ ഒരു ലോറി ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് നാട്ടുകാരോടും ചോദിച്ചു നോക്കാം. എന്താണ് കാരണം? ഇപ്പോൾ റോഡിനെ കുറിച്ച് പല പരാതികളും വരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടുകാരനെ ചോദിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഒരു വണ്ടി ഇന്നലെ ഒരു 2 അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ റോഡിനെ കുറിച്ച് കുറേ പരാതികളുണ്ടാവും. ഒരുപാട് പരാതികൾ മന്ത്രിതലത്തിലും MLA തലത്തിലും എല്ലാ MP തലത്തിലും എല്ലാവരും വന്നതാണ്. മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ട് വണ്ടി ഓടിച്ച് ട്രെയിൽ ചെയ്താണ് ചെയ്യുന്നത്. ഈ റോഡ് മന്ത്രി ഗണേഷ് കുമാർ വന്നത് അത് ആ കുട്ടികൾ മരിച്ചതിന് ശേഷം ഒരു 4 കുട്ടികൾ മരിച്ചല്ലോ, അതിൻ്റെ ശേഷം വന്ന് ചെയ്താണ്. അവർക്കൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിനല്ല കുഴപ്പം. നാട്ടുകാർ പറയുന്നത് ആദ്യത്തെ റോഡാണ് ഈ കാണുന്നത്. ഇതൊന്ന് എടുത്തോളാം. ഈ ബാക്കിൽ കാണുന്ന റോഡിനെ ഈ ബാക്കിൽ കാണുന്ന ആദ്യത്തെ റോഡ്. ഈ റോഡിനെ നേരെ തിരിച്ച് അവർ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടാക്കി. അതിന്റെ ശേഷമാണ് ഈ പിള്ളേർ മരിക്കലും ആക്സിഡന്റുകളും. അതായത് ഈ നിലവിൽ കാണുന്ന റോഡാണ് പഴയ റോഡ്. ഈ റോഡിന്റെ നേരെ മാറ്റിയിട്ട് നേരെ ഇപ്പൊ കാണുന്നത് ഈ ദൃശ്യത്തിൽ അങ്ങോട്ട് മാറ്റി. അത് ഈ പഴയ റോഡാകുമ്പോൾ ഇത്ര അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് പല പ്രാവശ്യം കുറച്ച് പേര് എന്നോട് പറഞ്ഞു. പഴയ റോഡിന് ഞങ്ങൾക്ക് മതിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മന്ത്രിസഭയിൽ അടക്കമുണ്ട്. എന്നാലും അവർ പറയുന്നതിൽ അപ്പുറമൊന്നുമില്ല. അവർ ജനങ്ങളെ കൊല്ലാനായിട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പണിയപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്നുള്ളത് രണ്ട് സൈഡിൽ ചാലില്ല. ഇവിടെ മദ്രസ സ്കൂള് കുട്ടികൾ നടന്നു പോകാൻ സ്ഥലമില്ല. ഇതിപ്പോ ഈ റോഡില്ലേ, ഇതിപ്പോ നടക്കണ ഈ റോഡ് ഈ കാണുന്നത് ഇപ്പൊ നടക്കാൻ ആൾക്കാർ ഇതിലൂടെ നടക്കുന്നത്. പക്ഷെ വണ്ടിന്റെ ട്രാക്കാണിത്. ഇന്റർലോക്ക് ഇട്ടത് വണ്ടിന്റെ വണ്ടികൾ പോണ സ്ഥലം. അപ്പൊ നടന്നു പോണ റോഡാണ്, ട്രാക്കാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഉദ്യോഗസ്ഥർ വന്ന് സംസാരിച്ചപ്പോ വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. ഈ ഇന്റർലോക്ക് ഈ ദൃശ്യങ്ങൾ ഇന്റർലോക്ക് നാടുകൾക്ക് നടന്നു പോകാനാണ് വണ്ടികൾ ഓടുന്നത്. ശരിക്കും നടന്നു പോകാനാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. ഈ വീതി എടുത്തു കഴിയുകയാണെങ്കിൽ നടന്നു പോകാനും ഫുട്പാത്തിനൊക്കെ സ്ഥലമുണ്ട് ഇവിടെ. അന്നൊക്കെ ഞങ്ങളിവിടെ സമരം കാര്യങ്ങളൊക്കെ ചെയ്താണ്. അന്നൊന്നും അവര് ഈ ജനങ്ങൾ പറയണ അംഗീകരിക്കണല്ലോ. ഉദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടത്തിനാണ്. അവര് പഠിച്ച ആൾക്കാർ, അതായത് ജനങ്ങളുടെ വാക്കിന് പുല്ല് അവരുടെ ഇഷ്ടത്തിന് ചെയ്യണോ പോകണോ. ഇതിപ്പോ എല്ലാവർക്കും അറിയാം. MLA-ക്കാർക്ക് MP-ക്ക് അറിയാം. എല്ലാവർക്കും സംഭവം അറിയാം. അവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായില്ല. അതായിരിക്കും. പിന്നെ നമ്മളെ പോലെ ജനങ്ങൾ പറഞ്ഞിട്ട് നമ്മള് പൊട്ടന്മാരാ. ആൾക്കാർ ജീവമാണ് ഇങ്ങോട്ട് ഇറങ്ങിയെന്നോ. ഞാൻ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതിന്റെ ആവശ്യമില്ല. ഫണ്ട് കുറെ പാസ്സാക്കിയിട്ട് ജനങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. 2 സൈഡിൽ ചാല് വേണം, വെള്ളം പോകണം, നടക്കാനുള്ള സൗകര്യം വേണം. ഇതാണ് ജനങ്ങൾ പറഞ്ഞത്. അവര് അതല്ല ചെയ്ത് സെൻട്രൽ കൂടെ ഡിവൈഡ് കൊണ്ടുവന്നിട്ടാണ് ആൾക്കാരെ അപ്പുറം കടത്താൻ പറ്റാത്ത കോലത്തിലാക്കി. നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റില്ല. ഇവിടെ യൂട്ടേൺ അടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വണ്ടി വന്നിട്ട് യൂട്ടേൺ അടിക്കുന്നത്. അവിടെ മേലെ യൂട്ടേൺ അടിക്കുമ്പോൾ അവിടെ ട്രാക്ക് വേണ്ട ഒന്ന്. ഇത് വണ്ടി വേണം നിർത്തി അടുത്ത വണ്ടി ബ്ലോക്ക് ആകുകയല്ലേ. ഇത് വലിയ കയറ്റാണ്. ഇവിടെ രാത്രി വന്നിട്ട് ഹൈ ഗിയർ ഇടുമ്പോൾ വണ്ടി ബ്ലോക്ക് ആകുകയാണ്. ഈ കയറ്റാണിത്. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് കയറ്റം കമ്മിയാക്കാൻ വേണ്ടി പണിയൊക്കെ നടത്തിയതാണ്. എന്നിട്ട് അവിടുന്ന് മേലേക്ക് വെളി പോയിട്ട് ഈ കയറ്റം താറ്റ് വീണ്ടും പൊക്കിയിട്ട് ചെയ്ത പണിയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജനങ്ങൾ പറഞ്ഞ യാതൊരു കാര്യം ജനങ്ങളെ ജനങ്ങളാരായി അതന്നെ അത്രയുള്ള നമ്മൾ പറഞ്ഞ താത്തണ്ടാണ്. ഇത് കയറ്റം താത്തണ്ടാണ്. ഇത് താത്തി വന്നില്ല. ഇവിടെ നോക്കാം, അങ്ങോട്ട് നോക്കാം. ഇന്നലെ 2 ദിവസം മുമ്പ് അവിടെ ഒരു ആക്സിഡന്റ് ആയി ഒരാൾ മരണപ്പെട്ടു. അതിലൊരു ആക്സിഡന്റ് വെച്ച് ഇത് പോസ്റ്റ് അങ്ങനത്തെ 2 ദിവസം മുമ്പാണ് ഒരാൾ മരിച്ചത്. കാർ ആക്സിഡന്റ് ഒരാൾ മരിച്ചു. അന്ന് 4 കുട്ടികൾ മരിച്ചു. 19 ആക്സിഡന്റ് പോയി ഡിവറിൽ വെച്ചിട്ട് ഇവിടെ നടന്നു. ഇന്ന് രാവിലെ ഉണ്ടായതാണ്. 6:30 രാവിലെ. ഈ കണ്ടെയ്നർ ഈ സാധനം കണ്ടോ, ഈ സാധനം കണ്ടോ. ഇതിലൊന്നും ആരും ബ്രേക്ക് ചവിട്ടൂല. അവൻ പറഞ്ഞ ഒരു സ്റ്റിയറിംഗ് റാഡ് പോയിന്നാ പറഞ്ഞത്. ചാടിയിട്ട് പോയത്. എന്തായാലും മേലുദ്യോഗസ്ഥന്മാർ വേണ്ട നടപടികൾ എടുക്കട്ടെ ഉടൻ തന്നെ. എന്തായാലും ജനങ്ങൾ പറഞ്ഞ് കേൾക്കില്ല. ഞാൻ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. ആൾക്കാർ ഇനി മരിച്ചുകൊണ്ടേ ഇതിന്റെ മേലെ കൂടെ ഒന്നും കൂടി കെട്ടിപ്പോക്കാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങോട്ട് കൊണ്ട് ആരും കാണൂല. ഒരു ഓവർ ബ്രിഡ്ജ് ഇവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇത് ഇവരുടെ രോക്ഷമാണ്. അത് കാരണം കഴിഞ്ഞ 2 വർഷം ആകുന്നുള്ളൂ. കുറേ 4-5
പിഞ്ചു കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇവരുടെ രോഷം പ്രകടിപ്പിക്കുന്നു. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഇഷ്ടത്തിനാ ചെയ്യാന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇത് കുറെയൊക്കെ രാഷ്ട്രീയം കളിച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറ്റിച്ചിട്ട് പോവാണ്. എന്ത് ചെയ്യാനാ ജനങ്ങൾ? എന്താ അത് പ്ലാൻ നമ്മളെ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വല്ല ഞങ്ങൾക്ക് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താണ്. മന്ത്രി അടക്കം അവിടെ വന്നാൽ ഉള്ളിൽ പോയി കിടക്കേണ്ടി വരും. ഇനി സമരത്തിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ആര് വാങ്ങും ഇത് തരുമോ? അപ്പൊ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാതെ ഇരിക്കുക ചെയ്യട്ടെ, നമുക്കൊരു ഇത് രാത്രിയും പകലും ഞങ്ങൾ ഒച്ചയൊക്കെ ആരോ അപകടത്തിൽപ്പെട്ട് അവരുടെ വണ്ടിയിൽ നിന്ന് രക്ഷിക്കുക. അതാണ് ഞങ്ങൾക്ക് ഇവിടെ തൊഴിലിപ്പോൾ. അതല്ലെങ്കിൽ എന്താ പറയുക, ഗവൺമെന്റ് ഞങ്ങൾക്കൊരു ശമ്പളം തന്നിട്ട് ഇവിടെ നിർത്തുകയാണെങ്കിലേ സൗകര്യം എന്താ പറയുക, ആക്സിഡന്റ് നടക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? ഇല്ലേ, ഒന്നല്ലേ ഇവിടുത്തെ ഈ കാണുന്ന സിഗ്നലിൽ വർക്കാകുന്നില്ല. അതും ഒരു അപകടത്തിന് കാരണമാണ്. അവിടെ കയറ്റത്ത് ഇന്നലെ മിഞ്ഞാന്ന് ആക്സിഡന്റ് ആയിട്ട് ഒരാൾ മരണപ്പെട്ടു. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, പോയി നോക്കിയാൽ കാണാം. അത് ആ കയറ്റത്ത് നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ കണ്ടോ, നോക്ക് ആ വണ്ടി കാണുന്നില്ല കണ്ടോ, അത് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റിയതാണ്. സിഗ്നലിൽ ഡിവൈഡർ പഴയ ഡിവൈഡറാണ്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്നു. ഇപ്പൊ രാവിലെ ബ്ലോക്കായി ഇവിടെ, ഏത് കൂടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട്. എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളും ഗവൺമെന്റും ഇവിടുത്തെ MLA യും മന്ത്രിമാരും ഇവിടുത്തെ MLA അടക്കം മന്ത്രിയാണ് അതിന് ഉടനടി ഇതിനൊരു പരിഹാരം കാണുന്നൊരു നമുക്ക് ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടാവും. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് കിടക്കണേ, കാര്യമല്ല. നല്ല പ്രതീക്ഷ കൈവിടുന്നില്ല, പ്രതീക്ഷ കൈവിടുന്നില്ല. അവർ ചെയ്യേണ്ടതാണല്ലോ, കാത്തിരുന്ന് കാണാം. ഫണ്ട് കംപ്ലീറ്റ് ഡിവൈഡറിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അത് ഈ തലവിട്ട ആ തലയിലെ ഫണ്ട് അങ്ങനെ പോയി. ഈ ചാല് വേണം, 2 സൈഡിൽ വേണമെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കറിയാലോ ഇവിടെ വെള്ളം ഇത് കൂടെ വരുന്നതെന്ന്. നടക്കണം, കുട്ടികൾ മദ്രസ സ്കൂള് പഞ്ചായത്ത് എല്ലാം ഉള്ളതാണ് ഇവിടെ. പ്രശ്നമുള്ളൂ. ഡയറക്റ്റ് റോഡായി അത് വേറെ ഡയറക്റ്റ് റോഡാണ്. ഈ റോഡിനെ കൊണ്ടുപോയിട്ടാണ് ഇത് ഈ കോലത്തിലാക്കിയത്. നിങ്ങൾ നോക്കി ആ ദുബായിക്കൊന്നാണ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയും ഡയറക്റ്റ് റോഡല്ലത്. എന്തായാലും പറയണവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. നമുക്ക് വേറെ പണിയും കാര്യങ്ങളല്ലോ. ഞങ്ങൾ ചാലിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. 2 സൈഡിൽ ചാല്, പണ്ട് ആ ചാല് 2 സൈഡും കിട്ടുകയാണെങ്കിൽ ആൾക്കാർക്ക് നടക്കാൻ വെള്ളം പോയി ഒഴിവായി പോയിരുന്നു. ഇപ്പം അതല്ല ചെയ്ത്, ഡിവൈഡർ കൊണ്ട് കൊണ്ടുവന്ന് സെൻറ്ററിലാക്കിയിട്ടാണ് ലോക്കാക്കിയിട്ട് പോയി. ആ സൈഡ് ചാലില്ല, നടക്കാൻ സ്ഥലമില്ല, ആൾക്കാർ റോഡിൽ കൂടെ നടക്കുക, വണ്ടി ബാക്കിൽ കൂടെ വരിക. 10-15 കുട്ടികൾ മദ്രസയിലേക്ക് ഇന്ന് വണ്ടി പോയി ഇടിച്ചില്ലേ, ആ സൈഡ് കൂടെ കുട്ടികൾ നടക്കുന്ന സൈഡാണ്. അതിലെങ്ങാനും എന്തോ ഒരു മണിക്കൂർ കൊണ്ട് ലേറ്റ് ആയിട്ടാണെങ്കിൽ സംഭവിച്ചൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. പിന്നെ എത്ര കുട്ടികൾ പോകേണ്ടതാണെന്നും കൂടി മനസ്സിലാക്കണം. ആ സംഘത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇത് മദ്രസയാണ്, ഇത് സ്കൂളിലെ റോഡാണ്. ഈ സൈഡ് റോഡാണ് കുട്ടികൾ നടന്നു വരിക. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, ഒരു 10-20 കുട്ടികൾ ഒപ്പല്ലേ വരിക. ഇന്ന് രാവിലെ ആ സമയത്താണ് ആക്സിഡന്റെങ്കിലും ഇതിന് ആര് സമാധാനം പറയാം? ചെറിയൊരു സമയം മാറ്റം വന്നാൽ ഒരു 1/2 മണിക്കൂർ വൈകിയതാണെങ്കിൽ വൻ ദുരന്തം ഉണ്ടായിരുന്നു ഇവിടെ. അത് മനസ്സിലാക്കാം. ഇവരൊന്നും അത് അംഗീകരിക്കില്ല. എന്തായാലും ഉടനടി തന്നെ ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. കണ്ടില്ലെങ്കിൽ റോഡ് പണിയെടുക്കാൻ പലവട്ടം പറഞ്ഞതാണ്. അത് അവർക്ക് അറിയാം, പക്ഷെ ചിലർ തൊടൂല. ഇതിന് പകരമാണ് ഈ പരിപാടികളൊക്കെ ചെയ്തിട്ട് പോവുക. സൈഡിലേക്ക് എടുക്കുക, ഈ ഡിവൈഡർ വെക്കുക. റോഡാണ് ആദ്യം പണിയെടുക്കേണ്ടത്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഈ റോഡ് ഇവിടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. 2-3 പ്രാവശ്യം മാന്തിയതാണ്. ഇതാണ് ഇപ്പോഴും വഴുക്കലേ വന്നു, വീണ്ടും വന്നു. ഇനി ഇതിൽ തൊടാൻ പറ്റില്ല, അടി മറ്റേ ഇത് കാണും. കാത്തിരുന്ന് കാണാൻ നമുക്ക്. അല്ലാണ്ട് ഇപ്പം ഇത് പിന്നിൽ എൻ്റെ കാണാൻ ദൃശ്യം മിനിഞ്ഞാന്ന് രാത്രി ഏകദേശം 8 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അതായത് ഈ റോഡ് ഇപ്പോൾ പുതിയ റോഡ് പണിതത് ഒരു ശാസ്ത്രീയമായിട്ടല്ല, അശാസ്ത്രീയമായിട്ട് റോഡ് പണിയാണ് നടന്നതെന്നാണ് ഇവിടെ നാട്ടുകാർ അഭിപ്രായപ്പെട്ടത്. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. അവിടുന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും കാഴ്ച. ബാക്കി ഇവിടുത്തെ സിഗ്നലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതായത് ശരിക്കും ഒരു വർക്കാകില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു ആരോപണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതും ഒരു അപകടത്തിന് കാരണമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ഈ അവസ്ഥ
ഒരു ഒന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായി പുതുക്കി പണിയേ അല്ലെങ്കിൽ വേറെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ കൂടുന്നതാണ്, ഇനിയും അപകടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടെ നാട്ടുകാർ ആരോപിക്കുന്നത്. ആരോപണമല്ല, അവർ പറഞ്ഞ ശരി കാണാൻ പറ്റും. മിനിഞ്ഞാന്ന് രാത്രി ഏകദേശം 8 മണിക്കാണ് ഇവിടെ ഈ കാണുന്ന അപകടം ഉണ്ടായത്. ഇതിൽ ഡ്രൈവർ മരിച്ചു. ഉടൻ തന്നെ ആശുപത്രി പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഡ്രൈവർ മരിച്ചു, അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അതായത് ഈ ബാക്കിൽ കാണാൻ പറ്റും. ഇവിടുന്ന് ആ മണ്ണാർക്കാട് കോഴിക്കോട് ഈ വാഹനങ്ങൾക്കൊന്നും അവിടുന്ന് വരുന്ന വാഹനത്തിലേക്കൊന്നും ഇവിടുത്തെ ഈ ദൃശ്യമൊന്നും കാണാൻ പറ്റില്ല രാത്രി, പ്രത്യേക രാത്രി സമയത്ത്. ഇപ്പോൾ ഈ സിഗ്നലുണ്ടല്ലോ ഇവിടെ കാണുന്നത്, അപ്പോൾ അതൊന്നും ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവിടുത്തെ നാട്ടുകാർ ആരോപിക്കുന്നത്. അതും ഒരു അപകടത്തിന് കാരണമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം, ഉടൻ തന്നെ ഒരു പരിഹാരം കാണണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഉടനെ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ കൂടും, ആളുകൾ മരണപ്പെടും എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ എന്നോട് പറഞ്ഞത്. എന്തായാലും ഉടൻ തന്നെ ഒരു പരിഹാരം കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ നിൽക്കുന്നത് കരിമ്പ, പനയമ്പാടി കരിമ്പ ആ റൂട്ടിലാണ്. അവിടെ സ്ഥിരം ഒരു അപകട മേഖലയാണ് എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണുള്ളത്. എൻ്റെ കൂടെ ഇവിടുത്തെ നാട്ടുകാർ ചേട്ടനും കൂടി ഉണ്ട്. ഇക്ക നമസ്കാരം. എന്താ പറയുക, റോഡിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നില്ല. ഈ റോഡിൻ്റെ വർക്ക് ചെയ്ത് തന്നെ ഭയങ്കര അപാകത, ഒരു അശാസ്ത്രീയമായ ഒരു ഇതാണ്. ഇപ്പം തന്നെ ഇപ്പോൾ ഈ കൽവർട്ട്, ഈ സെൻട്രൽ ഡിവൈഡർ കെട്ടിയെന്ന് പറഞ്ഞാലും ഈ സാധനം കെട്ടിയതിന് ഒരു വണ്ടിക്ക് കയറി വരുമ്പോൾ അവിടുന്ന് കയറി ഒരു വണ്ടിക്ക് വരാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ വണ്ടി ആ സൈഡിൽ കൂടെ നമ്മളിൽ ചേർത്തി പിടിച്ചാണ് അവർ വരിക. അപ്പോൾ വേറെ ഈ എങ്ങനെ പറഞ്ഞാലും ഈ റോഡിൻ്റെ ആദ്യകാലത്ത് ഈ റോഡിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു അപകടം നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്ഥിര അപകടമാണ്. ഒരു മഴ പൊടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ആകെ പ്രശ്നമാണ്. ഈ റോഡ് പണി തന്നെ അശാസ്ത്രീയമാണ്. പിന്നെ കൂടാതെ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ റോഡിന്റെ ഈ റബ്ബറൈസർ കുറച്ച് മിനുസം കൂടുതലാണ്. ആദ്യം നല്ലൊരു അശാസ്ത്രീയ. പിന്നെ ഇവിടുത്തെ സിഗ്നലുകൾ നേരെ പ്രവർത്തിക്കുന്നില്ല. സിഗ്നൽ പറഞ്ഞാൽ ഇത് ഇവിടെ അല്ല കൊടുക്കേണ്ടത്, ഇത് ഇവിടെ അല്ല കൊടുക്കുന്നത്. നമ്മൾ ആ കുന്ന് കയറി കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴാണ് ഇത് പെട്ടെന്ന് കാണുന്നത്, ഈ ഡിവൈഡർ കാണുന്നത്. സാധനം അവിടെ കൊടുക്കണം. അവിടുന്ന് കൊടുക്കുമ്പോഴാണ് ലോങ് ഒന്ന് വണ്ടിക്കാർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. മൊത്തത്തിലൊരു അശാസ്ത്രീയമാണ്. മൊത്തത്തിൽ അശാസ്ത്രീയമായി. ഇവര് PWD ഇതില് പണിത കോൺട്രാക്ടർ ഉണ്ടല്ലോ, മറ്റേ ഏതാ ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ഊരാങ്കല്, അവരാണ് ഇതിന്റെ മെയിൻ വിഷയക്കാർ. മൊത്തത്തിൽ പൊതുവെ പറഞ്ഞ ഒരു അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ്. ഉടനെ ഇതിന് എന്തെങ്കിലും പരിഹാരം, ഇനിയിപ്പോൾ ഇതിന് പരിഹാരം കാണാൻ. ഇപ്പം മിനിഞ്ഞാന്ന് ഈ കാർ ആക്സിഡന്റ് ആയത്, പുള്ളിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഓപ്പോസിറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഡിവൈഡർ കാണില്ല. ഇതിന് യാതൊരു സിഗ്നലും ഇല്ല. ഇത് അവിടെ തൊട്ട് അങ്ങോട്ട് കൊടുത്തേക്കാണെങ്കിൽ അത് അങ്ങനെ ഒരു ഡിവൈഡർ ഉണ്ട്, ഇവിടെ വൺ വേ ആണ് എന്നുള്ളൊരു ഇത്. അതായത് ഇദ്ദേഹം പറയുന്നത്, അതായത് കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുത്തെ സിഗ്നൽ ഇവിടെ സിഗ്നൽ അപ്പോൾ അത് കാണില്ല. അപ്പം അവിടെ ഈ താഴത്ത് വരുന്ന ഒരു ഓട്ടോ കയറി വരുന്നത്, ഓട്ടോ അതാ ഓട്ടോ കയറി വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ് ഈ ഡിവൈഡർ കാണുന്നത്. ശരിക്കും അവിടെയാണ് സിഗ്നൽ വേണ്ടത്, അവിടെയാണ് വേണ്ടത്, അവിടെ സിഗ്നൽ എല്ലാം കൊടുക്കണ്ടേ. അപ്പോൾ അവിടെ സിഗ്നൽ വേണ്ടത്. അപ്പോൾ എന്തായാലും ഉടനെ ഒരു പരിഹാരം കാണണമല്ലോ അല്ലേ? കണ്ടില്ലെങ്കിൽ ഇനി അപകടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഉടനെ ഒരു പരിഹാരം കാണും പ്രതീക്ഷിക്കാം. പക്ഷെ അധികാരികൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലത്. തീർച്ചയായിട്ടും അതേ നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഈ ചേട്ടന് പറയാനുള്ളത്. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അലി. ഓക്കെ. എന്തായാലും ഇപ്പം തന്നെ ഞാനിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടുന്ന് KSRTC ആ പഞ്ചായത്തിലേക്ക് അങ്ങനെ തിരിയുന്ന അവിടുന്ന് KSRTC എൻ്റെ പുറകെ കൂടി ഞാൻ ആ വെള്ള ലൈനിൻ്റെ ലൈനിലേക്ക് ഇപ്പുറത്തേക്ക് സൈഡ് ചേർന്നു. അവൻ ഓണായിട്ട് കയറിക്കൊണ്ട് വരികയായിരുന്നു. അവൻ കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ സൈഡാക്കിയെങ്കിലും ഇവൻ നമ്മളോട് ചേർന്നിട്ടാണ് ഇവിടുന്ന് കയറി വരുന്നത്. നമ്മളോട് ചേർന്നിട്ട് കയറി വരുന്നത്. അത് കയറ്റം കയറി വരുന്ന വണ്ടി ഇറങ്ങുന്നതാണ് പിന്നെ പറയും വേണ്ട, അതും അടിച്ചിടും. എന്തായാലും KSRTC ബസ് വാഹനക്കാരും ഡ്രൈവർമാരും ഒന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ അപ്പോൾ ബസ് വരുന്ന ഇത് കണ്ടോ, ഇപ്പോൾ ബസ് വരുന്നുണ്ടോ, ബസ് ഏല് വരുന്നുണ്ടോ, ബസ് വെള്ള ലൈൻ കയറിയിട്ടാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാണ് ബസ് വരുന്നത്. ആ ബസ് ഇത് നടക്കേണ്ട റൂട്ടാണ് ഇപ്പോൾ ബസ് കയറി നടക്കേണ്ട റൂട്ടാണത്. കാൽനട യാത്രക്കാർക്ക് വരുന്നതാണ്. ഇപ്പൊ കണ്ടാൽ ബസ് കണ്ടില്ലേ, ഈ നടക്കേണ്ട ഇതിൽ ശരിക്കും ഒരു അപകടകരമായ രീതിയിൽ വന്നത് അല്ലേ? അത് ശ്രദ്ധക്കുറവും കൂടി അവർ കാണിക്കുമ്പോൾ അപകടം പെട്ടെന്ന് ശ്രദ്ധക്ക് മനഃപൂർവ്വമാണോ ശ്രദ്ധക്ക് എന്താ അറിയില്ല. എന്തായാലും ഈ വരവ് അത്ര ശരിയുള്ള കാര്യമല്ല. ഇതിന് ഉടനടി ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടങ്ങൾ ഇനി നമ്മൾ വില കൊടുക്കേണ്ടി വരും.
വൻ വില കൊടുക്കേണ്ടി വരും. ഇനി അപകടങ്ങൾ കൂടും. ഇപ്പം ദൃശ്യത്തിൽ കണ്ടില്ലേ, ആളുകൾ നടന്നു വരേണ്ട സ്ഥലത്തിൽ കൂടെയാണ് ഈ വാഹനം, ഈ ബസ് വന്നത്. അത് അയാൾ മനഃപൂർവ്വം ചെയ്തതെന്നറിയില്ല. പൊതുവേ ഈ റോട്ടിലുള്ള ആളുകൾക്ക് ചില ബസ് ഡ്രൈവർമാർ എല്ലാവർക്കും ഇല്ല, ചെറുക്കൊരു അഹങ്കാരമുണ്ട്. അതപ്പോൾ പോയത് സനാബസാണ്. ഇപ്പോൾ പോയത് സനാബസാണ്. അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിൻ്റെ കൂടാണ്. ഓരോ ഒരു യുവജന സംഘടന നേതാവ് പറഞ്ഞു, വിയറ്റ്നാം കൊല്ലം പറഞ്ഞ സിനിമയിൽ പടത്തിൽ റാവുത്ര വില്ലനെങ്കിൽ ഈ റോഡുകളിൽ സനാബസിയാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഒരു യുവജന സംഘടന നേതാവ് പറഞ്ഞതാണ്. അതിപ്പോൾ ഇപ്പോൾ ബോധ്യപ്പോൾ എനിക്കും ബോധ്യമായി. ഞാൻ പറഞ്ഞപ്പോൾ അത്ര വിശ്വസിച്ചില്ല. ഇപ്പം ഞങ്ങൾക്ക് വരുന്ന കാർ ഓവർടേക്ക് ശ്രമിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വലിയ വണ്ടിയാണ് ഇപ്പോൾ ചേർത്തിട്ട് കൊണ്ടുവരും. അപ്പോൾ എനിക്കും ബോധ്യ സംഗതിയാണ്. ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബസ്സുകാരൻ കാറിനവിടെ യാത്ര വരുന്ന കൂടെ കയറി വന്നത്. മനഃപൂർവ്വം തന്നെ ആയിരിക്കും തോന്നുന്നു. ഇല്ല, അഹങ്കാരത്തിന് കൂടാണ് ബസ് അല്ലേ ഈ ബസ്. പിന്നെ അവിടെ ഒരു പെരുമാറ്റത്തിനും അറിയില്ല, ഒരു റഫായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഉടനടി ഇതിനും കൂടി ഒരു പരിഹാരം കാണണം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വൻ വില കൊടുക്കേണ്ടി വരും. വണ്ടി